الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി വ ഔജിസ്, എനിക്ക് ചുരുക്കി ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു നൽകണം. അള്ളാന്റെ റസൂലിനോട് അദ്ദേഹത്തിന്റെ ആവശ്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സത്യവിശ്വാസിയോട് 3 കാര്യങ്ങൾ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നതാണ് ഈ ഹദീസിൽ ഉള്ളത്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി നാം പഠിച്ചു വരുന്ന വിഷയത്തോട് ചേർത്ത് പഠിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അതിൽ ഒന്നാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്തിൻ മുവദ്ദിഅൻ. നീ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഒരു വിടവാങ്ങുന്നവനെ പോലെ എന്റെ അവസാനത്തെ നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നമസ്കരിക്കുക എന്നതാണ്. എന്റെ അവസാനത്തെ ജുമഅയാണ് ഇത്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവില്ലെന്ന ഒരു ഓർമ്മ, അതിനാണ് സാധ്യത കൂടുതലെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഇത് അവസാനിക്കുമെന്ന പേടിയിൽ നമ്മുടെ മനസ്സിന് ഒരു സൂക്ഷ്മതയും ഒരു ആവശ്യബോധവും ഉണ്ടാകും. ഇന്ന് ഞാൻ നിർവഹിക്കുന്ന ളുഹറും അസറും മഗ്രിബും ഇശാവുമൊക്കെ ഓരോ വഖത്തിലും ഞാൻ ജീവനോടെ വുളുവെടുത്ത് മുസല്ലയിൽ എത്താൻ ഭാഗ്യം ലഭിച്ചവനാണ്. അടുത്ത വക്ത് ഞാൻ ഉണ്ടാവില്ലെന്ന ചിന്ത, സ്വലാത്തൻ മുവദ്ദിഅ,
ഒരു വിടവാങ്ങുന്നവനെ പോലെയുള്ള നമസ്കാരം നീ നമസ്കരിക്കുക എന്നതാണ് പ്രവാചകന്റെ ഒന്നാമത്തെ ഉപദേശം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആശങ്കയാണ് നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്നില്ല എന്നത്. അത് നമ്മൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമസ്കാരം എവിടെ എത്തി എന്നുവരെ നമ്മൾ സംശയിക്കുന്നവരായി മാറാറുണ്ട്. ഇമാമിന്റെ കൂടെ നമസ്കാരം തുടങ്ങി സലാം വീട്ടുമ്പോൾ നമസ്കാരം കഴിഞ്ഞു എന്ന് അറിയുന്നവരാണ് നമ്മിൽ പലരും. ഇതിനുള്ളൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അടുത്ത വക്തിന് എനിക്ക് സാധ്യതകൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് എന്റെ അവസാനത്തേതാണ് എന്ന് ചിന്തിക്കാൻ. ഇതിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിതങ്ങളായി കൊണ്ടിരിക്കുന്ന തിന്മകളാണ്. തിന്മകൾ ആവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വയോടുകൂടി നമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. സ്വാഭാവികമായും എത്ര ആഗ്രഹിച്ചാലും എത്ര ശ്രദ്ധയോടുകൂടി നിർവഹിച്ചാലും ആ നമസ്കാരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു അത്തരം ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ തിന്മകളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള മനക്കരുത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തഖ്വയോടുകൂടി നമസ്കരിക്കാനുള്ള ഒന്നാമത്തെ പരിഹാരം അത് തന്നെയാണ്. രണ്ടാമത് അലസതയാണ് വലിയ ഒരു രോഗം. അശ്രദ്ധയും അലസതയും മടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ആദ്യ വിചാരമുണ്ടാവേണ്ടത്. ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, മുത്തഖിയാണ്. ഇതൊന്ന് മനസ്സിന് ഉറപ്പിച്ച് വെച്ചു നോക്കൂ. പിന്നീട് മടി പിടിക്കുന്ന, അലസത പിടിക്കുന്ന ആളുകളെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, അവൻ കെലിമ ചൊല്ലിയിട്ടുണ്ട്, അവൻ മുസ്ലിമിന്റെ കുപ്പായം എടുത്തു ധരിച്ചിട്ടുണ്ട്, അവൻ മുഅ്മിനായിട്ടില്ല, മുത്തഖിയായിട്ടില്ല, അവന്റെ പേര് മുനാഫിഖാണ്. ഈ രണ്ട് വിഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ ഉള്ളത്. ഇതിൽ ഞാൻ ഏതിലാണ് ഉൾപ്പെടുക? റഹ്മാനായ റബ്ബ് സൂറത്തു നിസായിലെ 142 ആയത്തിൽ പറഞ്ഞു, ഇന്നൽ മുനാഫിഖൂന, തീർച്ചയായും കപട വിശ്വാസികൾ, യുഹാദിഊനല്ലാഹ്, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നു. അള്ളാനെ എനിക്ക് പറ്റിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പക്ഷേ വഹുവ ഖാദിഉഹും, അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാണ്. കാപട്യം കാണിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കപടന്മാരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, ഇദാ ഖാമൂ ഇലസ്വലാത്തി, അവർ നമസ്കാരത്തിലേക്ക് അവർ എഴുന്നേറ്റു നിന്നാൽ. നിസ്കരിക്കുക എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്ന ആളെ കുറിച്ചാണ് വിശ്വാസികളെ പറയണത്. നിസ്കരിക്കുന്നുണ്ട് അവർ. ഇദാ ഖാമൂ ഇലസ്വലാത്തി, അവർ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റു നിന്നാൽ ഖാമൂ കുസാല, അവർ ഉദാസീനന്മാരായിരിക്കും, അലസന്മാരായിരിക്കും, അശ്രദ്ധവാന്മാരായിരിക്കും, എന്ത് എന്നറിയാതെ എന്തോ ചെയ്യുന്നവർ ആയിരിക്കും. അവർ ആ നമസ്കാരം നിർവഹിക്കുന്നതിന് ചില ചിന്തകളുണ്ട്. യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്, വീട്ടുകാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്, നാട്ടുകാരെ കാണിക്കുവാനും ശ്രദ്ധയിൽ ഞാനും ഇതിന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രമാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവരുടെ ആ നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമാണ് ഓർക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇനി ശരിയായ രൂപത്തിൽ നമസ്കരിക്കുന്നവരെ കുറിച്ച് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി സൂറത്ത് മാഇദയിലെ 12 ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളാണോ? അല്ലാഹു പറയാ, വലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീല, ബനൂ ഇസ്രായേലുകാരുടെ കഥ പറയാണ് അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരിൽ നിന്ന് കരാർ സ്വീകരിച്ചു. എന്നിട്ട് വബഅസ്നാ മിൻഹും 12 നഖീബ, അവരെ സഹായിക്കാൻ പറ്റുന്ന 12 ആളുകളെ, വയല് പറയാൻ പറ്റുന്ന, ഉപദേശിക്കാൻ പറ്റുന്ന ആളുകളെയും അല്ലാഹു അവർക്ക് നിയോഗിച്ചു കൊടുത്തു. എന്നിട്ട് ബനൂ ഇസ്രായേലുകാരോട് അല്ലാഹു പറഞ്ഞു, വഖാലല്ലാഹു ഇന്നീ മഅക്കും, അല്ലയോ ബനൂ ഇസ്രായേലുകാരെ, അല്ലാഹു ആകുന്ന ഞാൻ ഇന്നീ മഅക്കും, നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലഇൻ അഖംതുമുസ്സലാ, നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുകയും വആതൈതുമുസ്സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും വആമൻതും ബിറുസുലി, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട എന്റെ റസൂലുകളിൽ നിങ്ങൾ വിശ്വസിക്കുകയും വഗസ്സർതുമൂഹും, അവരെ ദഅവത്തിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക. വഅഖറൽതുമുല്ലാഹു ഖർളൻ ഹസനാ, അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കുകയും നിങ്ങൾ ചെയ്യുക. അല്ല പറയാ ജീവിതം എന്താണ് എന്ന് കൃത്യതയോടുകൂടി അല്ല പറയാം. നിങ്ങൾ അള്ളാഹ്ക്ക് കടം കൊടുക്കുക. നിങ്ങളുടെ ജീവിതം കൃത്യമായി നിഷ്ഠയായി ജീവിച്ച് അള്ളാഹ്ക്ക് കടം കൊടുക്കുക. ചുറ്റുപാടുമുള്ള പട്ടിണിക്കാരെ കാണാനും യത്തീമിനെ കാണാനും സാധുവിനെ സഹായിക്കാനും ഒക്കെ ഒരു നല്ല മനസ്സ് അള്ളാഹ് എനിക്ക് തന്നു, ഞാനും കൊടുക്കുന്നു. അള്ളാഹു എനിക്ക് ഈ ദുനിയാവിൽ സൗഭാഗ്യങ്ങൾ തന്നു, ഞാൻ അതിന് നന്ദിയായി നമസ്കരിക്കുന്നു. നാളെ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി പ്രതിഫലാർഹ കർമ്മങ്ങൾ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു. അള്ളാന്റെ ദീനിനൊരു പരിക്ക് പറ്റുന്നിടത്ത്, അത് മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടാകുന്നിടത്ത് എന്നാൽ കഴിയും വിധം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോ നിങ്ങളുടെ പാപങ്ങളെ റഹ്മാനായ റബ്ബ് മായ്ച്ചു കളയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഈ ഒരു സൽക്കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു നൽകുന്നതാണ്. വല ഉദ്ഖലന്നകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നതാണ്. ഫമൻ കഫറ ബഅദ ദാലിക്, ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ആരാണോ ഇതിൽ നിന്ന് പിന്മാറുന്നത്, ഫഖദ് ലല്ല സവാ അസ്സബീൽ, അവൻ വഴി പിഴച്ചവൻ, നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവൻ തന്നെയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോ നിസ്കരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ദുനിയാവിൽ അവൻ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാനും അള്ളാഹു ദീനിലൂടെ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ അവരെ സഹായിക്കുവാനും ഉൾക്കൊള്ളുവാനുമാണ്. ഇവിടെ നമ്മൾ എത്തുന്നുവെങ്കിൽ നമ്മൾ മുനാഫിഖല്ല, മുഅ്മിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് സഹോദരങ്ങളെ, പലപ്പോഴും ഇബാദത്തിലെ ഏറ്റവും ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന ഈ നമസ്കാരം ചടങ്ങിനായി നിർവഹിക്കുമ്പോ നമ്മൾ ആലോചിക്കുക, ഇടവും വലമൊക്കെ നോക്കി ചുറ്റോറും തിരിഞ്ഞു മറിഞ്ഞ് അല്ലെ ഒന്ന് സൊഫിൽ നിൽക്കാൻ, ഒരു വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നാൽ സൊഫിലൊന്നിരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ, ആ സൊഫ് ഒന്ന് വരി തെറ്റാതെ ചേർന്ന് നിന്ന് ആ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ആരംഭിക്കുന്ന നമസ്കാരത്തെ ഒന്ന് ഗൗരവത്തിലെടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കൂട്ടുവായിട്ട് അലസമായി ഇടത്തും വലത്തും മുകളിലേക്കുമൊക്കെ നോക്കി ആർക്കോ വേണ്ടി നമസ്കരിക്കുക എന്നൊരു ഹദീസ് കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കേൾക്കൂ സഹോദരങ്ങളെ. അൻ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാ, യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേർക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ, മനസ്സൊന്ന് പതറാതെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇബാദത്തെടുക്കുന്നത് എന്ന വളരെ ശ്രദ്ധയോടുകൂടി ആ സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി നിന്ന് ആ ഖിറാഅത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മുഅ്മിനിനെ അള്ളാഹിന്റെ റസൂൽ പറയാം, അവനെ തന്നെ അള്ളാഹ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന.
നമ്മളിൽ എത്ര പേര് അള്ളാഹ് നോക്കും? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ മുഖമൊന്ന് മാറ്റിയാൽ, ആ സ്ഥലത്തുനിന്ന് തിരിഞ്ഞാൽ അള്ളാഹ് അവന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കും, പിന്നെ അവനിലേക്ക് നോക്കൂല. അത്ര ശ്രദ്ധ വേണം. ആ മനസ്സും ശരീരവും ഏകാഗ്രമാണ് എന്നാണ് ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ അറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഞാൻ നിങ്ങളൊന്നും ഒരു നിസ്കാരം പാഴാക്കാത്തവരാ. പക്ഷെ അള്ളാഹ് നോക്കുന്നൊരു നിസ്കാരം, റഹ്മാനായ റബ്ബ് മുനാഫിഖ് അല്ലടോ നീ എന്ന് നമ്മെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന നിസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനുകളാണോ നമ്മളെന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കണം. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത നാഥ, നിന്നെ പേടിച്ച് വിറക്കുന്ന, ചിന്തിക്കുന്ന, നിന്റെ നരകത്തെ ഭയപ്പെടുന്ന ഒരു മനസ്സ് ഉള്ള ഒരാളാക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതില്ലാത്തൊരു ഖൽബിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റല്ലേ. വമിൻ ദുആഇൻ ലാ യുസ്മഅ, ഒരു ഉത്തരം കിട്ടാതെ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാക്കി അല്ലാഹുവേ നീ എന്നെ മാറ്റല്ലേ. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത വിധം ആർത്തി പിടിച്ചൊരു മനസ്സിന്റെ ഉടമയാക്കി അല്ലാഹ് നീ എന്നെ മാറ്റല്ലേ. വമിൻ ഇൽമിൻ ലാ യൻതഫിഉ, എനിക്ക് ജീവിതത്തിൽ ഒരു ഉപകാരമില്ലാത്ത കുറെ വിവരം, ഈ പരലോകത്ത് ഒരു പ്രതിഫലവും കിട്ടാത്ത കുറെ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു മനസ്സ് അല്ലാതെ ഒരു നല്ല മുഅ്മിനാക്കി മാറ്റണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. സഹോദരങ്ങളെ, ഇബാദത്ത് സ്വീകരിക്കപ്പെടാനാണ് കേട്ടോ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നാളെ പരലോകത്ത് വിശ്വാസം ശരിയായ നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന ഇബാദത്താണത്. നോക്കൂ നിങ്ങൾ, ഈ ഉമ്മത്തിൽ നിന്ന് ഒന്നാമതായി ഉയർത്തപ്പെടുന്നത് തഖ്വയായിരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് എടുക്കൂല എന്നല്ല, നോമ്പ് നോൽക്കൂല എന്നല്ല, അവർ ചെയ്യും, പക്ഷേ അതിലൊരു ആത്മാവ് ഉണ്ടാവൂല എന്നാ റസൂലുള്ളാഹി പറയണേ. അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഅ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം പരലോകത്തേക്ക് ഉയർത്തപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് മാറ്റുക, അത് ഭയഭക്തിയായിരിക്കും. തിന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച് അതിന്റെയൊക്കെ അനുയായിയായി അതിന്റെ കൂടെ സഞ്ചരിച്ച് പിന്നെ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുസ്ലിമാണ്, പള്ളിക്കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെ കൂടിയ ആളുകൾ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റഹ്മാനായ റബ്ബ് നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഹത്താ ലാ തറൈ ഫിഹാ ഖാശിഅ, അന്നത്തെ സമൂഹത്തിൽ ഒരു ഭക്തിയുള്ള മനുഷ്യനെ കാണാൻ പറ്റില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞ? അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂഅ്, നിങ്ങളുടെ മതജീവിതത്തിൽ നിന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഊരിപ്പോക ഭയഭക്തിയാണെന്നാണ്. ഒരു കൂടിങ്ങനെ ഉണ്ടാവും, ആത്മാവില്ലാത്ത കുറെ ചടങ്ങുകൾ ഉണ്ടാകും, ഭയഭക്തി ഉണ്ടാവില്ല, അള്ളാന്റെ അടുത്ത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവില്ല, അതിനു വേണ്ടി നിസ്കരിക്കൂലെന്ന. അങ്ങോട്ട് തിരക്കിന്റെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ, ജോലിക്കിടയിൽ പാഞ്ഞു വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന നിസ്കാരത്തിന് ചിട്ടുണ്ടാവില്ല, വക്തിന് നിസ്കരിക്കൂല, അങ്ങനെ അങ്ങോട്ട് കടന്നു പോകും. അതുകൊണ്ട് വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊന്ന് ഋജുവായി എളുപ്പത്തിൽ ഉപദേശം നൽകൂ എന്ന് പറഞ്ഞ സഹാബിയോട് നിസ്കാരത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഉപദേശം എന്താ അറിയോ? വലാ തകല്ലം ബികലാമിൻ തഅത്തദിർ മിൻഹു ഗദാ, നല്ല വാക്ക് പറയാം. ഏതൊരു സമയത്തും നല്ലത് സംസാരിക്കുക. നല്ലത് സംസാരിക്കുന്ന ഒരു മനുഷ്യന് തഖ്വ ഉണ്ടാവുന്നതാണ്. വെറും വർത്തമാനം പറയാതെക്കുക, കളി തമാശകൾ പറയാതെക്കുക, വെറുതെ പരിഹാസവാക്കുകൾ പറയാതെക്കുക. എന്താ പ്രയോജനം സഹോദരങ്ങളെ? മനസ്സ് കറുത്തുപോകും, കല്ലിച്ചു പോകും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വല്ലാതെ മാറിയിട്ടുണ്ട്. എല്ലാം ആഘോഷമാക്കി മാറ്റിയപ്പോ നമ്മളും അതിന്റെ പിന്നാലെ പോയി. നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലൂ ഖൗലൻ സദീദാ, എപ്പോഴും കേൾക്കണ ആയത്തല്ലേ, ശരിയായ വാക്ക് മാത്രം പറയാം, നല്ലത് പറയാം. അത് കച്ചവടത്തിലായാലും കുടുംബജീവിതത്തിലായാലും നാട്ടിലായാലും ഓഫീസിലായാലും നമ്മുടെ നാവ് നല്ലതേ പറയും. എനിക്കും നിങ്ങൾക്കും വലിയ പരീക്ഷണമാണത്. നമ്മൾ വല്ലാതെ സൂക്ഷിക്കേണ്ട വാക്കാ. എന്താ അതുകൊണ്ട് ഗുണം? ഈ നാട്ടിലെ തമാശ കൊണ്ട് എന്താ ഗുണം? ഒന്നുമില്ലല്ലോ. പരിഹാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അവൻ നമ്മളെ വെറുക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല. നല്ല വാക്ക് പറഞ്ഞു നോക്ക്. അള്ളാഹ് പറയും, യുസ്ലിഹു ലക്കും അഅമാലക്കും, അള്ളാഹ് പറഞ്ഞതാ, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നന്നായി
തീരും, യുസ്ലിഹ് നന്നാക്കുമെന്ന്. അള്ളാഹ് നേരാക്കുന്ന പറഞ്ഞ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണേ? നീ നിന്റെ നാവൊന്നടക്ക്, നിന്റെ കർമ്മങ്ങൾ ഞാൻ നേരാക്കി തരാം. നീ നാവടക്കാത്തിടത്തോളം കാലം നിന്റെ കർമ്മങ്ങൾ നന്നാവില്ലടോ. ഇതല്ലേ ആ വാക്ക്? എത്ര ഗൗരവമുണ്ട്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. വമൻ യുത്ഇല്ലാഹ വറസൂലഹു, ആരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കൽപ്പനകൾ അനുസരിക്കുന്നത്? ഈ പറഞ്ഞ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇതങ്ങൾ വിട്ടുകിടന്നാൽ രക്ഷല്ല. എന്നാൽ അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, ജീവിതത്തിലെ ഏറ്റവും മഹത്തായ വിജയം അവന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വാക്കിന്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടി കേൾക്കണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ അബ്ദ, ഒരു അടിമ, ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബല. ഒരാള് ഒരു നല്ല കാര്യം, അത്ര വലിയ ഗൗരവത്തിലൊന്നല്ല അവൻ പറഞ്ഞത്, ഗൗരവമില്ലാത്തൊരു ചെറിയ കാര്യം, പക്ഷേ നല്ല കാര്യമായിരുന്നു. അതവൻ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജാത്തിൻ യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, അവൻ അല്ലാഹുവിന്റെ അടുത്ത് ധാരാളം ദറജകൾ ഉയർത്തി കൊടുക്കും. നല്ലൊരു കാര്യം, വലിയ ഗൗരവത്തിലൊന്നല്ല, നല്ല സന്തോഷത്തോടെ ഒരു നല്ല വർത്താനം പറഞ്ഞാൽ, സുഹൃത്തിനോട് ഒരു നല്ല പെരുമാറ്റം നടത്തിയാൽ അല്ലാഹ് പറയാ, അള്ളാന്റെ അടുത്ത് ഒരു ദറജ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഉയർത്തി കൊടുക്കും. ഒന്നല്ല, ദറജാത്തിൻ, ദറജകൾ ഉയർത്തി കൊടുക്കും എന്നാണ്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു വാക്ക് പറഞ്ഞു എന്ന് വിചാരിക്കും, എന്താ ശിക്ഷ എന്നറിയോ? ലാ യുൽഖി ലഹാ ബാലൻ യഹ്ബി ബിഹാ ജഹന്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപമുള്ള ഒരു വാക്ക് പറഞ്ഞവനെ അതുമൂലം അവൻ നരകത്തിൽ ആപ്പതിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വാക്കുകൊണ്ട് നരകത്തിൽ പേടിക്കണ്ടേ നമ്മളെ? ഇബാദത്ത് ശരിയാവണില്ല, തഖ്വല്ല എന്നല്ലേ പരാതി, നാവ് നന്നാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ വചനം പറഞ്ഞു. മറ്റൊന്നെന്താ അറിയോ സഹോദരങ്ങളെ? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. എന്താ അറിയോ? നമ്മൾ പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാൻ, ഇവിടെ വന്ന് ഓനോട് കുറെ പറയാം, ഓന്റെ അങ്ങനെ കേൾക്കാം, എന്നിട്ട് ഇവനെ കുറിച്ച് ഓനോട് പോയി പറയാം, ഓനെ കുറിച്ച് ഇവനോട് പറയാം, എന്നിട്ട് അതിന്റെ ഇടയില് ആരാ? നമ്മൾ വലിയ നല്ല ആളായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിൻ ശർരിൻ നാസി, മനുഷ്യന്മാരിൽ ഏറ്റവും ഷർറ്, ഉപദ്രവകാരികളായ ആളുകൾ ദൽ വജ്ഹൈൻ, രണ്ട് മുഖം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അല്ലത്തി യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഓൻ ചില ആൾക്കാരെത്തും ഓലാളായിരിക്കും, ഇവിടെ വരുമ്പോൾ വേറെ ആൾക്കാരാളായിരിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫസാദ് പറഞ്ഞു നടക്കുന്ന ആളുകളായിരിക്കും എന്ന് അവരെ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ ആ വാക്ക്, മാ അല വജ്ഹിൽ അർദി ഷൈഉൻ അഹ്വജു ഇലാ തൂലി സിജ്നിൻ മിൻ ലിസാൻ, നാവിനേക്കാൾ കൂടുതൽ ബന്ധനം ആവശ്യമുള്ള ഒന്നുപോലും ഈ ഭൂമിലോകത്തിലാണ്. ഏറ്റവും കെട്ടിടേണ്ടത് നാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് രണ്ട് ഉപദേശങ്ങൾ ഇവിടെ നാം കേട്ടുകഴിഞ്ഞു. ഇതിൽ നമ്മുടെ പങ്കെന്താ? നമ്മുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? മുനാഫിഖാണോ, മുസ്ലിമാണോ, മുഅ്മിനാണോ? എന്റെ വാക്ക് എന്റെ ജീവിതത്തിൽ എന്റെ കർമ്മങ്ങൾ നന്നാക്കുമോ, എന്റെ പാപങ്ങൾ പൊറുക്കുമോ? ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. മരണം സമീപസ്ഥമാണ് എന്ന് നമ്മൾ അറിയുക. ആ യാത്രക്കുള്ള ഒരുക്കത്തിനിടയിൽ അല്പം കിട്ടുന്ന ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ചു വന്ന സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ മറുപടി, വഅജ്മിഅൽ യഅസ മിമ്മാ ഫീ ഐദിന്നാസ്, നീ ഒരിക്കലും ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ നീ ആഗ്രഹിക്കരുത് എന്ന്. ആളുകൾക്ക് പല അനുഗ്രഹങ്ങളും ദുനിയാവിൽ അല്ലാഹു കൊടുക്കും. നമ്മുടെ സമപ്രായക്കാർക്ക്, ചിലപ്പോൾ നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർക്ക്,
ചിലപ്പോൾ എല്ലാ അർത്ഥത്തിലും പല സൗഭാഗ്യങ്ങളും റഹ്മാനായ റബ്ബ് കൊടുക്കും. പക്ഷേ അതൊന്നും നീ ആഗ്രഹിക്കരുത്. എനിക്ക് ലഭിച്ചത് എനിക്ക് അല്ലാഹു തന്നതാണ്. അതിനോടൊരു സംതൃപ്തമായ മനസ്സ് നിനക്കുണ്ടാവുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി പറയാ, ഇന്നമാ യക്ഫി അഹദുക്കും മാ കാന ഫിദ്ദുനിയ മിസ്ലു സാദിർ റാകിബ്. റസൂലുള്ളാഹി പറയാ, ഏതൊരാൾക്കും ഈ ലോകത്ത് ഒരു യാത്രക്കാരന് വേണ്ട പാതയം മാത്രം മതിയാകുന്നതാണ്. ഈ ദുനിയാവുന്നൊരു യാത്ര പോണ ഒരാൾക്ക് എന്തൊക്കെ വേണം? ഒരു കൂട്ടം ഡ്രസ്സ്, അല്ലെങ്കിൽ 2 കൂട്ടം ഡ്രസ്സ്, ഭക്ഷണത്തിലെ പൈസ, താമസിക്കാനുള്ള സ്ഥലം, ഇതല്ലേ? അതെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാത്രയാണ്. ഒന്ന് ഒരു പകല് ജീവിച്ച് ഇരുട്ടാകുന്നത് വരെയുള്ള ഭക്ഷണം, ഒന്ന് നേരം പുലരുന്നവരെ ഉറങ്ങാനുള്ളൊരു സ്ഥലം മതി. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ച ഒരു സഹാബിയോട് മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ ചോദ്യം എന്നറിയുങ്ങളെ? ഫഖാല യാ റസൂലല്ലാഹ് ദല്ലുനി അല അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വ അഹബ്ബനി അന്നാസ്. റസൂലേ, എനിക്കൊരു ഉപദേശം തരണം. ആ ഉപദേശം ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് പാലിച്ചാൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ ജീവിക്കുന്ന നാട്ടിലെ ജനങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടണം. ഇതിന് പറ്റൊരു ഉപദേശം എനിക്ക് നൽകണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്ഹുദ് ഫിദ് ദുനിയാ യുഹിബ്ബുകല്ലാഹ് വസ്ഹുദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുക. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിന്നെ നീ ഐഹിക ജീവിതത്തിൽ വിരക്തിയുള്ളവനായാൽ, ഇതിനോട് വലിയ ആർത്തിയില്ലാതെ ജീവിച്ചു പോകാൻ, കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ, ആരോ മുമ്പിലും കൈനീട്ടാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നീ സുഹൃത്തുള്ളവനായി ജീവിച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളത്, അവരുടെ പക്കലുള്ളത് നീ വെറുത്താൽ, നീ ആഗ്രഹിക്കാതിരുന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിശ്വാസികളെ, കേവലമായ ഒരു യാത്രക്ക് വേണ്ടി ഈ ദുനിയാവിൽ ഇറങ്ങ വന്നവരാണ് നമ്മൾ. ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് ഒരു പരീക്ഷണം എന്നോണം ദുനിയാവിൽ വന്നപ്പോ തിരിച്ചു പോകാൻ ഈ ദുനിയാവ് ഒരു പരീക്ഷണമാക്കി റഹ്മാനായ റബ്ബ്. അല്പകാലം 60 വയസ്സ് 80 വയസ്സൊക്കെയാണ് നമുക്ക് പരമാവധി കിട്ടുക, അല്ലേ? അതിനിടയിൽ കുറച്ച് നന്മകളുമായി ഈ ദുനിയാവിലൊന്ന് പരിശ്രമിച്ചാൽ, ജനങ്ങളോട് നന്മയുള്ള ഒരു മനസ്സോടുകൂടി അധ്വാനിച്ചാൽ, ജീവിച്ചാൽ, അള്ളാഹ് പറഞ്ഞതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ, വാക്കും പ്രവൃത്തിയും നമ്മുടെ ഇബാദത്തും നമ്മുടെ ചിന്തകളും ഒക്കെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കാൻ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ്. അത് ഇടത് കൈ കൊണ്ട് തട്ടിമാറ്റി ഈ ദുനിയാവിന്റെ നൈമിഷികതകൾക്ക് പിന്നാലെ പോയാൽ, ഒരു ട്യൂമർ വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, ഒരു ആക്സിഡന്റ് വന്നാൽ, ഒന്ന് തളർന്നിരുന്നാൽ, വിശ്വാസികളെ, എല്ലാം അസ്തമിക്കുന്നതാണ് ഈ ദുനിയാവ്. ഒന്ന് തിരിച്ചറിഞ്ഞ് അതൊക്കെ വന്നാലും സന്തോഷിക്കാൻ പറ്റുന്ന ഈ ദുനിയാവിന്റെ നന്മകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് പരീക്ഷണവും വിജയവും എന്ന് പറയുന്നത്. വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ശരിയാവണ്ണം നമസ്കരിക്കുവാനും നാവിനെ ശരിയാവണ്ണം നിയന്ത്രിക്കുവാനും അന്യരിലേക്ക് നോക്കി ആർത്തി പൂണ്ട ഒരു മനസ്സില്ലാതെ ജീവിക്കുവാനും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തെ നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്പകാലം കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് നേടുന്ന യഥാർത്ഥ വിശ്വാസികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി ധനവും ആരോഗ്യവും സമയവും ചെലവഴിക്കുന്ന മക്കളും ബന്ധുക്കളും അവർക്ക് അത് മുഖേന റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, നമ്മുടെ മൂത്താപ്പന്മാർ, അളാപ്പന്മാർ, റഹ്മാനായ റബ്ബ് അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين.